ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് മാത്യു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം പഠനത്തിനായിട്ട് അതിനുശേഷമുള്ള കുടിയേറ്റവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് കാനഡയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കനേഡിയൻ ഗവൺമെന്റ് PR വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്ഥിരതാമസവും തുടർന്നുള്ള സിറ്റിസൺഷിപ്പും അത് വാഗ്ദാനം ചെയ്യുന്നുണ്ടോ? അത് വാഗ്ദാനം ചെയ്താണ് ഈ സ്റ്റുഡൻസിനെ ആകർഷിക്കുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം. വളരെ വ്യക്തമായ ഉത്തരമാണ് പറയാനുള്ളത്. ഇല്ല, കനേഡിയൻ ഗവൺമെന്റ് ഒരിക്കലും ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും PR കൊടുക്കാമെന്ന് ഒരിക്കലും ഒരിടത്തും പറയുന്നില്ല. പകരം കനേഡിയൻ ഇമിഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമുണ്ട്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളെ അവർ ലീഗലായ മാർഗത്തിൽ കൂടി സ്വീകരിക്കുന്ന ഒരു രാജ്യമായുണ്ട്. എല്ലാ വർഷവും ആ പ്രക്രിയ തുടരുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി, അവസരം അതിലുണ്ട്. എൻ്റെ ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ അവിടെ പഠിക്കാൻ പോയി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി ചെയ്ത ഒരു സ്റ്റുഡന്റിന് പോലും തിരിച്ചു വരേണ്ടി വരുന്നില്ല. ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കനേഡിയൻ ഗവൺമെന്റ് ICCRC എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് ഓഫ് കാനഡ റെഗുലേറ്ററി കൗൺസിൽ എന്നാണ് അതിന്റെ പൂർണ്ണം. ഇത് കനേഡിയൻ ഗവൺമെന്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക്, വിദേശ രാജ്യത്തു നിന്നുള്ള തൊഴിൽ അന്വേഷകർക്ക് സുഗമമായിട്ട് ഇവിടെ എത്താനും വഞ്ചിക്കപ്പെടാതിരിക്കാനും അവർക്ക് അതിനുള്ള അർഹതയുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കിട്ടുന്നതിന് PR തുടർന്നുള്ള പൗരത്വം കിട്ടുന്നതിനുള്ള ഒരു സംവിധാനം, ആരാലും വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ കനേഡിയൻ ഗവൺമെന്റ് RCIC റെഗുലേറ്റർ കനേഡിയൻ ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫൈഡ് കൺസൾട്ടൻസിനെ അപ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ RCIC എന്ന് പറയുന്ന കൺസൾട്ടൻസ് അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു പ്രത്യേക കോഴ്സിലൂടെ കടന്നുപോയി ഒരു എക്സാം എഴുതി അവരുടെ അപ്ഡേഷൻ നിൽക്കുന്ന വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഉണ്ടോ? അയാള് കനേഡിയൻ കോളേജ് ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് കനേഡിയൻ കൺസൾട്ടൻസ് എന്ന് പറയുന്ന റെഗുലേറ്ററി അതോറിറ്റിയുടെ കീഴിലാണ് ഈ RCIC ഏജൻസികൾ, കൺസൾട്ടൻസ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനം നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇവരിലൂടെയാണ്, ഈ RCIC ഏജൻസി മുഖാന്തരമാണ് ആ അപ്രൂവ്ഡ് ഏജൻസി കൂടി ചർച്ച ചെയ്ത് അവരുമായിട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ നടത്തിയാണ് നിങ്ങൾ കാനഡയിലേക്കുള്ള യൂണിവേഴ്സിറ്റിയിലേക്കാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക്, കോളേജിലേക്കാണെങ്കിൽ കോളേജിലേക്ക്, അല്ല നിങ്ങൾ ജോലിക്കാണെങ്കിൽ ജോലിക്ക്, ഇമിഗ്രേഷൻ ആണെങ്കിൽ ഇമിഗ്രേഷന് പോകേണ്ടത്. ഇതിനായിട്ട് കനേഡിയൻ ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുള്ള സംവിധാനമാണ്. നമ്മൾ പലരും ഉപയോഗിക്കുന്നില്ല എന്നുള്ള സത്യം. നമ്മുടെ കുട്ടികൾക്ക് PR കിട്ടുന്നില്ല, സമരം ചെയ്യുന്നു, പലരും പിരിച്ചുവിടുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഏജൻസികൾ തെറ്റായ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് ലാഭം കിട്ടുന്ന കോഴ്സുകൾ പഠിപ്പിച്ചുകൊണ്ട് കോഴ്സിലേക്ക് അഡ്മിഷൻ മേടിച്ചു കൊടുത്തുകൊണ്ട് പിള്ളേരെ വഴി തെറ്റിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കാനഡയ്ക്ക് എമിഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ്. ഒട്ടേറെ പാത്വേസ് ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ്, അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ്, അതുപോലെ തന്നെ കനേഡിയൻ എക്സ്പ്രസ് ക്ലാസ്, അതേപോലെ തന്നെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം, അതൊക്കെ എല്ലാ പ്രൊവിൻസിലും ഉണ്ട്. ഇങ്ങനെ കുറെ പ്രോഗ്രാംസ് ഈ രാജ്യത്തുണ്ട്. ഇതെല്ലാം ഓരോ പാത്വേസ് ആണ്. ഈ പാത്വേസ് ഇമിഗ്രേഷനിലേക്ക് നയിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒന്നുകൂടി ഓർക്കുക, ഒരു രാജ്യം ഒരു വ്യക്തിയെ സ്വീകരിക്കുമ്പോൾ പെർമനന്റ് റെസിഡൻസ് കൊടുത്ത് സിറ്റിസണായിട്ട് ഒരു 4-5 വർഷത്തിന് ശേഷം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി കൃത്യനിഷ്ഠമുള്ള ഒരാളായിരിക്കണം, ഹാർഡ് വർക്ക്, അങ്ങനെ കുറെ താല്പര്യങ്ങൾ ആ രാജ്യത്തിനുണ്ടാവും. അപ്പൊ ഇവിടുന്ന് പഠിക്കാൻ ചെല്ലുന്ന സ്റ്റുഡന്റ് 2 വർഷത്തെ കോഴ്സ് 4 വർഷം കൊണ്ട് തീർക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് ട്രാഫിക് വയലേഷൻസ് ഉണ്ടാക്കുകയും വാടകയ്ക്ക് കിടക്കുന്ന കെട്ടുന്നത് വാടക കൊടുക്കാതിരിക്കുകയും ജോലി സ്ഥലത്ത് കൃത്യമായിട്ട് പോകാതിരിക്കുകയും, ഇങ്ങനെ അവര് ആ ഓരോ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അവർക്കത് സിസ്റ്റമാറ്റിക് അല്ല, ക്രെഡിബിൾ അല്ല എന്ന് തോന്നിയാൽ അവരൊരിക്കലും PR കൊടുക്കില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കേണ്ട ഉത്തരവാദിത്വം പഠിക്കാൻ പോകുന്ന കുട്ടികളുടെയാണ്, വിദ്യാർത്ഥികളുടെയാണ്. ആ രാജ്യത്ത് അങ്ങനത്തെ വ്യക്തിയെ ആവശ്യമുള്ളൂ. അത് ഏത് രാജ്യം, ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിനെ അങ്ങനെ നമ്മുടെ പറ്റാത്തൊരു വ്യക്തി ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യും? ഒരിക്കലും ഇല്ല.
അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കുക, ഈ PR എന്ന് പറയുന്ന പെർമനന്റ് റെസിഡൻസിയെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ പ്രൊവിൻസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഒണ്ടാരിയോ പ്രൊവിൻസിന് ഉള്ള നിയമമല്ല പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലുള്ളത്, അതല്ല നോവസ്കോഷ്യയിലുള്ളത്. അപ്പോ നിങ്ങൾ ഈ RCIC ഏജൻസിനെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ നടത്തുമ്പോൾ എന്റെ വിദ്യാഭ്യാസം ഇന്നതാണ്, എനിക്ക് അവിടെ എന്ത് പഠിച്ചാലാണ് ജോലി സാധ്യതയുള്ളത്, അത് തുടർന്ന് പെർമനന്റ് റെസിഡൻസിയിലേക്കും പൗരത്വത്തിലേക്കും പോകാനായിട്ട് ഉപകരിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ടു ഫേസ് ചർച്ച ചെയ്യണം. ഞാൻ കൃത്യമായിട്ട് പറയാൻ കാരണം ഇന്നത്തെ പേപ്പറിൽ സാന്റ മോണിക്കയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. പ്രവേശനോത്സവങ്ങൾ, കൂപ്പണുകൾ ചളക്കം തുടങ്ങി. ഇത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ജീവിത പ്രശ്നവും ഏജൻസികളുടെ കച്ചവട താല്പര്യവും. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ത്യയിലെ ഇമിഗ്രേഷൻ കൺസൾട്ടൻസിനെ നിയന്ത്രിക്കുന്നതിനും അവരെ നിരീക്ഷിക്കുന്നതിനും പര്യാപ്തമായ ഒരു നിയമമില്ല. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇനി അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റാർട്ട് ഏജൻസി, കൺസൾട്ടിംഗ് ഏജൻസി. അതാണ് ഇന്ന് ഇന്ത്യയിലുള്ള അവസ്ഥ. വരും ദിവസങ്ങളിൽ മാറും, വരും നാളുകളിൽ അത് മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേ ഉള്ളൂ, കനേഡിയൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അല്ലെങ്കിൽ RCIC കൺസൾട്ടൻസ്, അതല്ലെങ്കിൽ ഇന്ത്യൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കനേഡിയൻ ഇമിഗ്രേഷൻ, ഈ 3 കാറ്റഗറിക്കാണ് നിങ്ങളെ പ്രോപ്പറായിട്ട് അഡ്വൈസ് ചെയ്യാനും നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും പറ്റുള്ളൂ. നിങ്ങൾ ഈ പ്രവേശനോത്സവങ്ങളിൽ പോകുമ്പോൾ, പ്രവേശനോത്സവത്തിൽ ചെല്ലുന്ന സമയത്ത് കുറെ കേബിളും കുറച്ച് ലാപ്ടോപ്പും ഓരോ കോളേജിലെ പ്രതിനിധികളും ഒക്കെ ഉണ്ടാവും. ഒരു ജഗപുക വരണം. ഈ ജഗപുക വരണത്തിന്റെ അഡ്മിഷൻ മേടിക്കുന്നതിന് പകരം കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോരുക, എന്നിട്ട് ചോദിക്കുക നിങ്ങളുടെ RCIC ഏജന്റ് ആണ്, അപ്രൂവ്ഡ് RCIC ഏജന്റ് ആരാണ്, ആ വ്യക്തിക്ക് നമ്പർ ഉണ്ട്, ആ വ്യക്തി അക്കൗണ്ടബിൾ ആണ്. കോളേജ് ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് കൺസൾട്ടൻസ് എന്ന് പറയുന്ന അതോറിറ്റിക്ക് അവർ അക്കൗണ്ടബിൾ ആണ്. അവർക്കറിയാം അടുത്ത 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് കാനഡയിൽ ജോലി സാധ്യതയുള്ള ജോലി കിട്ടാൻ സാധ്യതയുള്ള എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത്. കാരണം കനേഡിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, എക്സ്റ്റേണൽ മിനിസ്റ്ററി ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്തു, ഇവർക്ക് അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് സമയങ്ങളിൽ ഈ RCIC ഏജൻസിമാർക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന RCIC ഏജന്റ്, അയാളുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അയാളുടെ കോമ്പിറ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള ഒട്ടനവധി സംവിധാനങ്ങൾ കനേഡിയൻ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വഞ്ചിതരാകരുത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ബുദ്ധിയും നമ്മുടെ സെൻസും നമ്മുടെ കോമൺ സെൻസും ഉപയോഗിച്ച് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ സംവിധാനം നിലനിൽക്കുമ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി RCIC ഏജന്റ് നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ്, അയാളുടെ നമ്പർ എന്താണ്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ആ വ്യക്തിയുടെ കൃത്യമായ ഉപദേശം തേടി നിങ്ങൾ മുന്നോട്ട് പോവുക, വഞ്ചിതരാകാതിരിക്കുക. നമ്മൾ ഓരോരുത്തരുടെ കടമയാണ്. അവ സ്വാഭാവികമായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് കരുതുന്നു. ഫോർ ദ ടൈം ബീയിങ്, ഗുഡ് ബൈ.